ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം 2 ദിവസമായില്ലേ? അതെ, നമ്മൾ വീഡിയോ എടുത്തിട്ടും ഇട്ടിട്ടൊക്കെ കുറേ ആയി അല്ലേ? അതെ. അപ്പോൾ ഇന്നത്തെ ട്രെൻഡിങ് സംഭവം വന്നിട്ട് ഈ ജാറിൽ കുക്കിംഗ് ആണല്ലോ. അപ്പോൾ നമ്മളൊന്നും അതേപോലെ തന്നെ ചെയ്യാൻ പോകും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഈ ജാറിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ ആ ആട്ടിനെ അങ്ങോട്ട് ഇറക്കി വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഈ ആടൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കൊഴുപ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആട്ടിൽ വരയിടാൻ പോണതിന് മുന്നായിട്ട് നമുക്ക് ഈ ആട്ടിൻ്റെ കഴുത്ത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ കഴുത്ത് നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് ഈ കാലും കൂടെ നമുക്കൊന്ന് വേറെയാക്കി എടുക്കാം. ലൈനായിട്ട് വരയിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആടിന് കുറച്ച് മസാല ഇട്ടെടുക്കുക. ആദ്യം ഉപ്പ്, കുരുമുളക് പൊടി, നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നന്നായിട്ട് വരൻ്റെ ഉള്ളിലൊക്കെ തേച്ച് തീർക്കുക. നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ആട് നല്ല മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിലേക്ക് നമ്മുടെ ഐറ്റംസ് ഇട്ട് കൊടുക്കുക. ആദ്യം ഉള്ളി, പഴുത്ത് ചുവന്ന് തുടുത്ത തക്കാളി, വെളുത്തുള്ളി. അപ്പോൾ അടുത്ത് പച്ചമുളക്, ചെറിയുള്ളി, നമ്മുടെ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി. ഇനി ആദ്യം നമുക്ക് നമ്മുടെ ആടിൻ്റെ കഴുത്തെടുത്ത് വെക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് ഈ ആട്ടിൻ്റെ ഓരോ പീസായിട്ട് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. ആളിറങ്ങാൻ ഇത്തിരി ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കാലും കൂടെ ഇറക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇട്ടിരുന്ന അതേ മോഡലിലെ സാധനങ്ങൾ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. നല്ല മഴ വരുന്നുണ്ടല്ലേ? അതെ. അപ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി മല്ലിത്താഴ കൂടെ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ജാറിൽ ഇറച്ചിയും അതുപോലെ തന്നെ നമ്മൾ ഇടാനുള്ള സ്പൈസസ്, ഈ ഉള്ളി എല്ലാം ഇട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി ഇതൊന്ന് അടയ്ക്കാം അങ്ങനെ. അപ്പോൾ നമ്മളിതിൽ ഇത്രയും സാധനങ്ങൾ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വറമുളക് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. നമുക്ക് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിൽ. ഇനി അടച്ചോ. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. തുടങ്ങിയല്ലോ. ആ വാ. അപ്പോൾ ഇതിലാണ് നമ്മൾ ഈ കുപ്പിൻ്റെ ജാർ അങ്ങോട്ട് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളത്തുണിയെടുത്ത് നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കാം. ഇനി അടുത്ത തുണിയെടുത്ത് നമ്മൾ ഈ സൈഡിൽ കൂടെ വെക്കാം. കുപ്പി നമുക്ക് ഇതിലിങ്ങനെ ഇറക്കാം. നമുക്ക് മൂടി വെക്കാം. അപ്പോൾ 2.5 മണിക്കൂർ ശേഷം നമ്മൾ കുപ്പിലിട്ട ആട്
തുറക്കാൻ പോകും. പോട്ടെന്നാ. ഞാൻ തുറക്കാല്ലേ? പൊട്ടിയൊന്നും ഇല്ലല്ലോ. ഇല്ലല്ല, കുപ്പി ഒന്നായിട്ടില്ല. ശരി, നമുക്ക് എന്തായാലും ഇത് കുറച്ച് ചൂടാറിയ ശേഷം നമുക്ക് ഇത് എന്തായാലും പുറത്തെടുക്കാം. ഇപ്പൊ നല്ല ചൂടുണ്ട്, ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഓക്കെ, റെഡി. അതിന്റെ അല്ലേ വെള്ളം അങ്ങനെ ഇറങ്ങിയിട്ട് ഇനി ഇത് നമുക്കൊന്ന് കൊട്ടാലോ താഴെ. നല്ല വെള്ളം. വെള്ളം മാത്രം ഇറങ്ങിയില്ലേ? നമുക്ക് വെള്ളം വേറെ തട്ടിലും മാറ്റിയെടുക്കാം. കൂട്ടിക്കോട്ടെ. കഴുത്ത് വന്നല്ലേ? എടുക്ക്. അതാ പൊറോട്ട വലിയ സാധനം അടിപൊളി വന്നിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴത്തെയും പരീക്ഷണം പോലെ ഒരു കുപ്പിയിലിട്ടൊരു ആട് ഫുള്ള് കൂട്ടി നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ടേസ്റ്റ് അല്ലേ അല്ലേ? പിന്നെ സംഭവം നന്നായി വെന്തിട്ടുണ്ട് അല്ലേ? വെന്തിട്ടുണ്ട് നന്നായിട്ട്. പൊറോട്ടയൊക്കെ ആയിട്ട് അങ്ങനെ എടുത്തു, അങ്ങനെ എടുത്തോ. ഞാൻ വല്ലോ കഴിച്ചോ? ചിക്കൻ ലെഗ് പീസ് പോലെ കഴിച്ചോ? നന്നായി വെന്തുണ്ട് കേട്ടോ. ചൂടുണ്ടല്ലേ? ചൂടുണ്ട്. അടിപൊളിട്ടാ, അടിപൊളി സാധനല്ലേ? ഇതിന് കൂടെ നമുക്ക് കുറച്ച് സൂപ്പ് കിട്ടുന്നില്ലേ? സംഭവം കുരുമുളകൊക്കെ ചേർന്ന് നല്ല നല്ല പിടിച്ചിട്ടുണ്ടല്ലേ? ജലദോഷത്തിനൊക്കെ നല്ല സാധനമാണ്. സൂപ്പാണ് ഇതിൽ പൊടി. സൂപ്പും പൊറോട്ടയും കൂടെ അടിക്കുമ്പോൾ നല്ല വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടില്ലേ? പക്ഷേ എങ്ങനെയുണ്ട്? സംഭവം പൊളിയുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം. അപ്പൊ ഇതിലധികം നമ്മൾ മസാലയൊന്നും അരച്ച് തേച്ച് പിടിപ്പിച്ചിട്ടില്ല. അതെ, ശരിക്കും ഒരു കുരുമുളകും ഉപ്പുമാണ് ഇതിൽ ശരിക്കും ഒന്ന് പിടിച്ച് നിൽക്കണം. പിന്നെ ബാക്കിയുള്ള അതിന്റെ മണങ്ങും സംഭവം വേറെ ലെവല് സാധനം. അപ്പൊ ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം. വീട്ടിലുള്ള കനം കമ്മിയായ ഗ്ലാസ് വെച്ച് ആരും ട്രൈ ചെയ്ത് നോക്കരുത്. ഗ്ലാസ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അങ്ങനെ പൊട്ടുകയാണെങ്കിൽ പോലും അത് എടുത്ത് കഴിക്കാൻ നിൽക്കരുത്, കളയുക. അല്ലാണ്ട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതായി ഉണ്ടാക്കാനായിട്ട് നല്ല കട്ടിയുള്ള ഒരു ജാറ് തന്നെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യുക, വീട്ടിൽ ട്രൈ ചെയ്യുന്നവർ. അപ്പോൾ നമ്മളിത് വീട്ടിൽ എല്ലാവരോടും ട്രൈ ചെയ്യാനെന്ന് മസ്റ്റായിട്ട് പറയുന്നില്ല. ഇത് അത്രയും ഡേഞ്ചറസ് കുക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും നമ്മുടെ അടിപൊളി വെറൈറ്റി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിലും കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.